നമസ്കാരം. കഴിഞ്ഞ കുറേ കാലങ്ങളായി നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് നീറ്റ് പരീക്ഷയുടെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് കോക്രോച്ച് ജനതാ പാർട്ടി എന്ന CJP കേന്ദ്ര സർക്കാരിനെതിരെ, കേന്ദ്ര വിദ്യാഭ്യാസ നയത്തിനെതിരെ തുടങ്ങിയിരുന്ന സംഘർഷം ഏതാണ്ട് പരിസമാപ്തിയിലേക്ക് എത്തുന്ന തരത്തിലുള്ള ചില വാർത്തകൾ പുറത്തു വരുന്നു. വിദ്യാർത്ഥികളുടെ പ്രതിനിധിയായ സൗരവ് ദാസും അശുതോഷ് റാങ്കിയും ഇന്ന് JP നദ്ദയും ജിതേന്ദ്ര സിംഗുമായി കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി ഡൽഹിയിൽ വെച്ച്. ഇവരെ JP നദ്ദയും ജിതേന്ദ്ര സിംഗും പ്രത്യേകം ക്ഷണിച്ചു വരുത്തി തന്നെയാണ് വിദ്യാർത്ഥി പ്രതിനിധികളായ ഇവരുമായി ചർച്ച നടത്തിയത്. ചർച്ചയിൽ പ്രധാനമായും ഉരുത്തിരിഞ്ഞു വന്ന 3 വസ്തുതകളായിരുന്നു. ഒന്ന്, ധർമ്മേന്ദ്ര പ്രധാൻ എന്ന കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി രാജിവെക്കണം. മറ്റൊന്ന്, നീറ്റ് പരീക്ഷ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ആത്മഹത്യ ചെയ്ത് ഏതാണ്ട് 20ഓളം കുട്ടികളുണ്ട്. ഇവർക്കൊക്കെ കൃത്യമായ ഒരു നഷ്ടപരിഹാരം നൽകണം എന്നുള്ളതാണ് മറ്റൊരു കാര്യം. പിന്നീട് പറഞ്ഞ കാര്യമാവട്ടെ, നീറ്റ് പരീക്ഷ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ജന്തർ മന്ദിലും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ വസതിയുടെ മുമ്പിലും എല്ലാം തടിച്ചുകൂടി സമരം ചെയ്ത ഈ CJP പ്രവർത്തകർക്കെതിരെ പോലീസ് എടുത്തിട്ടുള്ള എല്ലാവിധ കേസുകളും റദ്ദ് ചെയ്യണം. FIR ഇട്ട കേസ് ഉൾപ്പെടെ എല്ലാ കേസിൽ നിന്നും ഈ കുട്ടികളെ നിയമപരമായി രക്ഷപ്പെടുത്തി വിടണം. ഒരു കേസിലും ഇവരെ പെടുത്തരുത് എന്നുള്ളത് തന്നെയായിരുന്നു. ഇത്തരം 3 ആവശ്യങ്ങളാണ് പ്രധാനമായും JP നദ്ദയുടെയും ഈ ജിതേന്ദ്ര സിംഗിൻ്റെയും മുമ്പിൽ ഈ കുട്ടികളുടെ പ്രതിനിധികൾ വച്ചത്, സൗരവ് ദാസും അശുതോഷ് റാങ്കിയും. എന്നാൽ JP നദ്ദയും ജിതേന്ദ്ര സിംഗും തത്വത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളിൽ അനുഭാവപൂർവമായ ചില നടപടികൾ സ്വീകരിക്കുകയാണ് ചെയ്തത്. കുട്ടികളുടെ പേരിൽ എടുത്തിട്ടുള്ള എല്ലാ കേസുകളും റദ്ദ് ചെയ്യാം എന്നുള്ളത് കൃത്യമായി തന്നെ അവരറിയിച്ചു. അത് കാലതാമസമില്ലാതെ കുട്ടികളുടെ പേരിൽ എടുത്തിട്ടുള്ള എല്ലാ കേസുകളും റദ്ദ് ചെയ്യാം, FIR റദ്ദ് ചെയ്യാം എന്നുള്ളത് അവർ പറയുകയുണ്ടായി. അതുപോലെ നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് മനം നൊന്ത് ആത്മഹത്യ ചെയ്ത കുട്ടികളുടെ കുടുംബക്കാർക്ക് കൃത്യമായ നഷ്ടപരിഹാരം നൽകുന്നതിനും കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. അതും ചെയ്യാം എന്നവർ സമ്മതിച്ചു. എന്നാൽ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിവെക്കണം എന്നുള്ള ആവശ്യം BJP നേതാക്കൾ തത്വത്തിൽ അംഗീകരിച്ചില്ല. അത് അംഗീകരിക്കുന്നില്ല എന്ന് പറയുന്നില്ല. പക്ഷേ അത് ഇവിടെ ഈ ഒരു മേശയ്ക്ക് ചുറ്റും നമ്മളിരുന്ന് സംസാരിച്ചാൽ മാത്രം തീരാവുന്നൊരു കാര്യമല്ല. അതുകൊണ്ട് നാളെ ഉച്ചവരെ ആ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുന്നതിന് വേണ്ടി BJP സർക്കാരിന് സമയം അനുവദിക്കണം എന്നാണ് ഈ കുട്ടികളുടെ പ്രതിനിധികളോട് JP നദ്ദയും ജിതേന്ദ്ര സിംഗും ആവശ്യപ്പെട്ടത്. ബാക്കി കുട്ടികൾ ഉന്നയിച്ച 2 കാര്യങ്ങളും അവർ അംഗീകരിക്കുകയായിരുന്നു. എന്നാൽ നീറ്റ് പരീക്ഷയുടെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് ആദ്യം മുതൽ തന്നെ കുട്ടികൾ ഈ സമരം തുടങ്ങിയ സമയത്ത് തന്നെ അവർ ഉന്നയിച്ചിരുന്നൊരു കാര്യമുണ്ട്. കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം. ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിയിൽ കുറഞ്ഞ് യാതൊരു ആവശ്യത്തിനും ഞങ്ങൾ സമരസപ്പെടുകയില്ല, വഴങ്ങുകയില്ല എന്ന് തന്നെയാണ് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ അറിയിച്ചിരുന്നത്. അത് ഇപ്പോഴും ആ വിദ്യാർത്ഥികളുടെ പ്രതിനിധികൾ ജിതേന്ദ്ര സിംഗിനെയും JP നദ്ദയെയും അറിയിച്ചു. എന്നാൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കില്ല എന്നോ അല്ലെങ്കിൽ രാജിവെക്കുമെന്നോ JP നദ്ദയ്ക്കും ജിതേന്ദ്ര സിംഗിനും കുട്ടികളോട് പറയാൻ സാധിച്ചില്ല. നാളെ ഉച്ചവരെ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതിനൊരു സമയം വേണം എന്ന് പറയുമ്പോൾ അതിൽ ചില പ്രതീക്ഷയുടെ കണികൾ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് കുട്ടികൾ പിന്നീട് പുറത്തു വന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. 3 കാര്യങ്ങൾ ഉന്നയിച്ചതിൽ 2 കാര്യങ്ങളും അവർ അംഗീകരിച്ചു. ബാക്കി ഒരു കാര്യം തീരുമാനിക്കുന്നതിന് നാളെ ഉച്ചവരെ സമയം വേണം എന്ന് പറയുമ്പോൾ അതൊരു ചർച്ചയുടെ ഒരു സാമാന്യ മര്യാദയാണ് അത്തരം ഒരു സമയം ചോദിക്കുക എന്നുള്ളത്. കേന്ദ്ര മന്ത്രി രാജിവെക്കേണ്ട ഒരു കാര്യം BJPയുടെ പ്രതിനിധികളായ JP നദ്ദയും അതുപോലെ തന്നെ ജിതേന്ദ്ര സിംഗും ഒരുമിച്ച് സംസാരിക്കുമ്പോൾ അതിലൂടെ മാത്രം രാജ്യകാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നതല്ല. അത് അവരുടെ പാർട്ടിയുടെ ആഭ്യന്തര പ്രശ്നം കൂടിയാണ്. അതിനവർക്ക് മതിയായ സമയം കൂടിയേ തീരൂ എന്നാണ് ചർച്ചയിൽ പറഞ്ഞത് എന്ന് പറയുമ്പോൾ തീർച്ചയായും നാളെ ഉച്ചവരെ അവർ ചോദിച്ചിരിക്കുന്ന സമയം അനുവദിക്കാൻ തന്നെയാണ് വിദ്യാർത്ഥികളും തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ വിദ്യാർത്ഥി പ്രതിനിധികളായ അശുതോഷ് റാങ്കയും അതുപോലെ തന്നെ സൗരവ് ദാസുമെല്ലാം പുറത്തിറങ്ങിയതിന് ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോഴും പിന്നീട് അവരുടെ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രവർത്തകരെ കണ്ടപ്പോഴും അവർ ഒരു കാര്യം അടിവരയിട്ട് പറയുന്നുണ്ടായിരുന്നു. 3 ആവശ്യങ്ങളാണ് ഞങ്ങൾ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്, മുന്നിൽ വച്ചിരിക്കുന്നത്. ഈ 3 ആവശ്യങ്ങളിൽ 2 ആവശ്യം തത്വത്തിൽ അവർ അംഗീകരിച്ചിരിക്കുന്നു. ഒന്നാമത്തെ ആവശ്യം
കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക എന്നുള്ളതിൽ നിന്ന് ഞങ്ങൾ പിന്നോട്ടില്ല, അതാണ് പരമപ്രധാനമായിട്ടുള്ള ആവശ്യം എന്നുകൂടി ഇവർ പറയുന്നു. മാത്രമല്ല ഈ കാര്യം, അതായത് നീറ്റ് പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട വിഷയത്തിൻ്റെ ഗൗരവം പാർലമെൻറ്റിൽ അവതരിപ്പിക്കുമെന്നും ഇനി ഇത്തരത്തിലുള്ളൊരു കുറ്റകൃത്യം സംഭവിക്കാതിരിക്കുവാൻ വേണ്ടിയുള്ള നടപടികൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നും ഇവർ അറിയിച്ചു. ഇനി ഇത്തരത്തിൽ ഏതെങ്കിലും കുറ്റകൃത്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും അവർക്ക് 10 വർഷം തടവും അതുപോലെ തന്നെ 10 കോടി രൂപയുമായിരിക്കും പിഴ നിശ്ചയിക്കുക എന്നുകൂടി തന്നെയാണ് അറിഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് അവർ ഉറപ്പ് നൽകിയിരിക്കുന്നത്. അതിനുള്ള നിയമനിർമ്മാണം നടത്താനുള്ള വഴികൾ അവർ ആലോചിക്കുന്നുണ്ട് എന്ന് പറയുന്നു. എന്തായാലും അതിലൊന്നും തർക്കമില്ല. കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഈ നീറ്റ് പരീക്ഷയുടെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ചോദ്യപേപ്പറിൽ ഇത്തരം ചോർച്ചയുണ്ടായതുമായി ബന്ധപ്പെട്ട ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്ന് തന്നെയാണ് കുട്ടികൾ പറയുന്നത്. കൂടാതെ ഈ നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് മനം നൊന്ത് ജീവിതത്തിൽ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് ആത്മഹത്യ ചെയ്ത കുട്ടികളുടെ വീട്ടുകാർക്ക് 1 കോടി രൂപ വെച്ച് പാരിതോഷികം നഷ്ടപരിഹാരം നൽകണം എന്ന് തന്നെ പറഞ്ഞു. പിന്നീട് ഈ സമരം ചെയ്ത എല്ലാ കുട്ടികൾക്കുമെതിരെ അല്ലെങ്കിൽ സമരം ചെയ്ത കുട്ടികൾക്കെതിരെ എടുത്തിരിക്കുന്ന കേസുകൾ പിൻവലിക്കണം. ഇതിൽ ഈ മന്ത്രിയുടെ രാജ്യക്കാര്യം ഒഴികെ ബാക്കി എല്ലാ കാര്യങ്ങളും തീരുമാനമായി എന്ന് പറയുമ്പോൾ നാളെ ഉച്ചവരെ സമയം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അവർ ചോദിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോഴും അത് പരിഹരിക്കുവാനുള്ള ഒരു മാർഗം തെളിയുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുക. ധർമ്മേന്ദ്ര പ്രധാനെ ഇനി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായി വെച്ച് ക്യാബിനറ്റിൽ വെച്ചുകൊണ്ട് ഭരണം നടത്തുവാൻ നരേന്ദ്രമോദിക്കും സാധ്യമല്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. ഇന്നലെ ജന്തർ മന്ദിൽ ഈ കുട്ടികൾക്ക് സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ലോക്സഭ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയും മറ്റു പ്രതിപക്ഷ അംഗങ്ങളുമെല്ലാം പിന്തുണ പ്രഖ്യാപിച്ചെത്തുമ്പോൾ സമരം രാഷ്ട്രീയമായി പുതിയൊരു വഴിത്തിരിവിലേക്ക് നീങ്ങുന്നു. അത് കേന്ദ്ര സർക്കാരിന് കൂടുതൽ പ്രതിസന്ധിയിൽ ആഴ്ത്തും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. മുൻപ് ഡൽഹിയിൽ നടന്ന കർഷക സമരത്തിനൊടുവിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം BJP സർക്കാരിനെ ഭയപ്പെടുത്തുന്നുണ്ട്. തീർച്ചയായും കർഷക സമരത്തിനൊടുവിൽ പിന്നീട് കോൺഗ്രസ്സിന് ഒരു കാരണവശാലും ഭരണത്തിലേക്ക് തിരിച്ചു വരാൻ സാധിച്ചില്ല എന്നുള്ള അതിഭീകരമായ ഭീതിതമായ ഓർമ്മ BJPക്കുണ്ട്. അതുകൊണ്ട് ഈ കുട്ടികളുടെ സമരം പാറ്റ എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്ന കോക്രോച്ച് ജനതാ പാർട്ടി CJP കുട്ടികളുടെ ഈ സമരത്തിൽ പ്രതിപക്ഷ കക്ഷികളും ലോക്സഭാ പ്രതിപക്ഷ നേതാവുമെല്ലാം ഏർപ്പെട്ടതോടുകൂടി സമരത്തിന് പുതിയ മാനം കൈവരുന്നു. അങ്ങനെയെങ്കിൽ തീർച്ചയായും ഇത് BJP സർക്കാരിന് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും എന്നുള്ളതാണ് അവർ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ധർമ്മേന്ദ്ര പ്രധാനെ വിദ്യാഭ്യാസ മന്ത്രി എന്ന സ്ഥാനത്ത് നിന്ന് മാറ്റി മറ്റൊരു സംവിധാനം ചിന്തിക്കാൻ കേന്ദ്ര സർക്കാർ നിർബന്ധിതരായിരിക്കുന്നു. മന്ത്രിക്ക് BJPയുടെ സംഘടനാ തലത്തിൽ സമുന്നതമായ സ്ഥാനം നൽകി അങ്ങനെ ഒരു സ്ഥാനമാറ്റത്തിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാനായിരിക്കും BJPയുടെ കേന്ദ്ര നേതൃത്വം ശ്രമിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ചില അഭ്യൂഹങ്ങൾ. എന്നാൽ ഇതിന് ഔദ്യോഗികമായ സ്ഥിരീകരണമൊന്നും ലഭിച്ചിട്ടില്ല. എന്നാൽ ഈ കാര്യത്തിൽ, അതായത് മന്ത്രിയുടെ രാജിയിൽ കുറഞ്ഞ് മറ്റൊരു സമവായത്തിനും ഞങ്ങളില്ല എന്ന രീതിയിൽ ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടന അല്ലെങ്കിൽ വിദ്യാർത്ഥികളും അതുപോലെ അടിയുറച്ച് ആ ഒരു കാര്യത്തിൽ നിൽക്കുമ്പോൾ തീർച്ചയായും സർക്കാരിന് മുന്നിൽ മറ്റു വഴികളില്ല. ഏതു വിധേനയും സമരം ഒത്തുതീർപ്പാക്കി കുട്ടികളെ തെരുവിൽ നിന്നും പറഞ്ഞയക്കേണ്ടത് സർക്കാരിൻ്റെ ബാധ്യത തന്നെയാണ്, ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ഇനിയും സമരം നീണ്ടുപോകാതിരിക്കുവാൻ വേണ്ടി ധർമ്മേന്ദ്ര പ്രധാനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും BJPയും അത്തരത്തിലേക്കൊരു തീരുമാനത്തിൽ പോകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കുക.